ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം നമ്മൾ ഇന്ന് കാലംബർഗിൻ്റെ നോർത്ത് സൈഡിലുള്ള ഒരു ബീച്ചിലോട്ടാണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നത്. ഇന്നത്തെ ഫുൾ ഡേ ഞാൻ ഈ ഒരു സൈക്കിളിലാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ സൈക്കിളിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ദിവസം. സോ ട്രാവൽ വിത്ത് മീ. അപ്പോൾ ഇതൊരു സാറ്റർഡേ ആണ്. നമുക്ക് മറ്റ് പ്ലാനുകളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു സാറ്റർഡേ ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും. സൈക്കിൾ എടുക്കുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മൾ രാവിലെ ഇതുപോലെ സൈക്കിൾ എടുത്തങ്ങോട്ട് ട്രാവൽ തുടങ്ങും. മേ ബി കഴിക്കാനുള്ളതൊക്കെ നമ്മൾ ബാഗിലെടുത്ത് അങ്ങനെ ഒരു സൈക്ലിങ്ങിനായിട്ട് ഇറങ്ങും. ആക്ച്വലി ഡെൻമാർക്കിലെ ഒരു മെയിൻ കൾച്ചറാണ് ഈ ഒരു സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കൂടുതലും ആൾക്കാർ വിൻ്ററിലൊഴികെ ബാക്കി എല്ലാ സമയത്തും കൂടുതലും സൈക്കിൾ കൾച്ചറാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഈവൻ കാറൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും അവരുടെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സൈക്ലിംഗ് അവർ ചെയ്യും. അവരുടെ നോർമൽ റൊട്ടീൻസിൽ അവർ സൈക്കിൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം നമ്മളും ഇപ്പോൾ ഡെൻമാർക്കിൽ കുറച്ച് നാളായിട്ട് താമസിക്കുന്നതുകൊണ്ട് നമ്മളും കൂടുതൽ സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റ് നമുക്ക് എവിടെയെങ്കിലും പോകാനായിട്ട്, ചവിട്ടുന്ന ഒരു പാടൊഴികെ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ നമുക്ക് കുറച്ച് ആപ്പിൾ ബ്രേക്സ് ഒക്കെ കിട്ടും. ആപ്പിളും അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളൊരു ടൈമാണ് ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ വഴിയിൽ നിന്ന് കുറേ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടി, അതെല്ലാം നമ്മൾ പറിക്കുന്നുണ്ട്. ഇതൊരു ആപ്പിൾ, ഇതൊരു റോസ് കളറിലെ ഉള്ളിൽ ഭയങ്കര ഒരു പിങ്കിഷ് കളറിലൊരു ആപ്പിളാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ആപ്പിളൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ കുറച്ച് നമുക്ക് പോവാം. ഇത് ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റേഴ്സ് നമ്മൾ ചവിട്ടിയിട്ടാണ് ഈ ഒരു ബീച്ചിലോട്ട് നമ്മുടെ പ്ലേസിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബീച്ചിൻ്റെ പേരാണ് സോൾട്ട് ബേക്ക്. അങ്ങനെയാണ് ഇത് ഡാനിഷിൽ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. കാര്യം ഇയും എയും കൂടെ കമ്പൈൻഡ് ആയിട്ടാണുള്ളത് സോൾട്ട് ബേക്കിൻ്റെ. ബ്ലൂബെറി എന്ന് സംശയിക്കപ്പെടുന്ന ഒരു സാധനം നമ്മൾ കണ്ടു. ഇത് ബ്ലൂബെറി ആണോ ഇല്ലയോ? കൃപേഷ് ഇപ്പൊ കഴിച്ചിട്ട് പറയുന്നത് ബ്ലൂബെറി ആണോന്ന് അല്ലേ? എടാ നീ തിന്നു നോക്കിട്ട് പറ. നോക്കാം, ലെറ്റ്സ് സീ. ഒന്നും കാണുന്നില്ലെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലപ്പേരെന്താ? Scott Bakes. I'll correct it if it's not. Oh. ചെറി അല്ലല്ലോ, ഇത് പ്ലം അല്ലേ? പക്ഷേ ഈ പ്ലം കഴിക്കരുത് കേട്ടോ. എന്താ? എന്നോട് ഇതിനെനിക്ക് ഓഫീസിൽ പറഞ്ഞു. ഞാൻ കഴിക്കാറുണ്ട് ഓഫീസിൽ. ഈ ചെറുതോ? ഇത്രയും ചെറുതല്ല, ഇതിലും വലുതാ. നമ്മുടെ ഓഫീസിൽ കിട്ടും. ഇത് കഴിക്കാൻ പാടില്ല. വൈ? എന്നോട് ഓഫീസിൽ എനിക്ക് കാമല പറഞ്ഞു അധികം കഴിക്കരുത്, ഇറ്റ്സ് ഓക്കെ. എന്താ പ്രോബ്ലം എന്ന് നോക്കണം. കാട്ട് വൈൽഡ് വെറൈറ്റി ആണ് ഇതിന്റെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഇറങ്ങിയെങ്കിലും നമുക്ക് പോരുന്ന വഴിക്ക് ഒരുപാട് ഫ്രൂട്ട്സ് കിട്ടിയതുകൊണ്ട് വിശപ്പൊന്നും വരാണ്ട് തന്നെ നമുക്ക് കഴിച്ച് അങ്ങനെ സൈക്കിൾ ചവിട്ടി പതുക്കെ പോകാൻ പറ്റി. ഞങ്ങളിപ്പോൾ കൺട്രി സൈഡിലെത്തി കേട്ടോ. ഇവിടെയുള്ള വീടുകളൊക്കെ നോക്കിക്കേ, ഭയങ്കര ബോക്സിലൊക്കെ കാണുന്ന കുട്ടി വീടുകളാണ്. സ്റ്റോറി ബുക്സിലും നമ്മൾ വരയ്ക്കുന്ന ബുക്കിലൊക്കെ കാണത്തില്ലേ, വേറെ കുറച്ച് വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി. എനിക്ക് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ സൈക്കിൾ ഓടിച്ച് ഭയങ്കര കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ആണ്. സോ നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു കടലിൻ്റെ അടുത്ത് എത്താറായി കാണാൻ ദൂരെ. സോൾട്ട് ബേക്ക് അല്ലേ? ഹോൾ ബേക്ക് എന്ന് പറ. ഹോൾ ബേക്ക്. ഹോൾ ബേക്ക്. സോൾട്ട് ബേക്ക്. ആ അവിടെ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് സോൾട്ട് ബേക്കിലെ ബീച്ച്. ഇവിടുത്തെ ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പാർഷ്യൽ സാൻഡി പിന്നെ പെബിൾസ് ഒക്കെ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ചില ബീച്ച് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സാൻഡി ആയിരിക്കും, അല്ലെങ്കിൽ ചില ബീച്ച് ഫുൾ പെബിൾസ് ആയിരിക്കും നമുക്ക് ഇറങ്ങുമ്പോൾ. ഇവിടെ ഒരു മിക്സ്ഡ് ആയിട്ടാണ് കാണുന്നത്, എന്നാലും കൂടുതലും സാൻഡിയുമാണ് ഈ ഒരു ബീച്ച്. പിന്നെ നല്ല അടിപൊളി ക്ലിയർ വാട്ടറൊക്കെയാണ്. പിന്നെ ഇതുപോലെ കുറേ ഫ്ലവേഴ്സ്, ഇതൊക്കെ വൈൽഡ് റോസസ് ആണ് കേട്ടോ. വൈൽഡ് റോസസും അതിനൊക്കെ കുറേ കായൊക്കെ വന്ന് നിൽക്കുന്ന ടൈപ്പ് റോസസാണ്. വലിയ വലിയ ഈ റോസപ്പൂ പോയി കഴിയുമ്പോൾ വലിയ കായകളുണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ നമ്മൾ ഇതാ സോൾട്ട് ബേക്കിൻ്റെ മെയിൻ സ്ഥലത്ത് എത്തി. ജസ്റ്റ് ബീച്ചൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ സ്വിമ്മിങ് ഒക്കെ അലൗഡ് ആയിട്ടുള്ളൊരു ബീച്ചായിട്ടാട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ആ ഒരു സ്റ്റേഴ്സൊക്കെ താഴത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ട് ബീച്ചിലിറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നല്ല ഐസ് കോൾഡായിട്ടുള്ള വാട്ടറായിരുന്നു. നമ്മൾ പിന്നെ സ്വിമ്മിങ് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് അവിടെ പോയിട്ട് ഒന്ന് കാണാം എന്ന് മാത്രം വിചാരിച്ച് വന്നതാണ്. അടിപൊളി സീനറി വ്യൂസ് ഒക്കെ ആയിരുന്നു എന്തായാലും. അവിടെ ബീച്ച് ഉണ്ട്, ഞാൻ പോയത് തന്നെയാണ്. അവിടെ ക്ലിയർ വാട്ടർ ആയിരുന്നു, പക്ഷെ ഒരു ദിവസം വേവി ആയപ്പോഴേക്കും മൊത്തം കളി. നമ്മളിതാ സോൾട്ട് ബേക്കിന് പോവാണ്. അടിപൊളി ബീച്ചായിരുന്നു കേട്ടോ. ക്ലിയർ വാട്ടർ, സൂപ്പർ ക്ലൈമറ്റ്, സണ്ണി ഡേ. അങ്ങനെ നമ്മൾ സോൾട്ട് ബേക്കിൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടൈം എല്ലാം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് സൈക്കിള് ചവിട്ടുവാണ്. തിരിച്ച് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത് സാംസോ ഐലൻഡ്. അപ്പം നമ്മളിപ്പം കാലംബർഗിൻ്റെ ഒരു നോർത്ത് പാർട്ടിലുള്ള ബീച്ചിലാണ് വന്നത്, അതാണ് സോൾട്ട് ബേക്ക്. ഇനി ഇവിടുന്ന് കാലംബർഗിൽ നിന്ന് വേറൊരു ഐലൻഡിലോട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പം കാലംബർഗ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഫെറി ഉണ്ട്. ഇപ്പം നമ്മൾ ഫെറിയിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഇവിടുന്ന് സാംസോ ഐലൻഡിലോട്ട് പോവുകയാണ്. അത് അടുത്ത ഐലൻഡാണ്. നമ്മുടെ കൂടെ ഫെറിയിൽ സൈക്കിളും കയറ്റിയിട്ടുണ്ട് കേട്ടോ. സൈക്കിളിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ സൈക്കിളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ ഒരു ഫെറിയിൽ ഒരു അത്യാവശ്യം ഒരു ഷിപ്പ് കൈൻഡ് ഓഫ് സെറ്റപ്പാണ് കേട്ടോ. സീറ്റിങ്ങും പിന്നെ പുറത്ത് ഡെക്ക് സ്പേസും ഒക്കെ ഉണ്ട്. ഇതുപോലെ ക്യാൻറ്റീനുണ്ട്. അപ്പം നമ്മൾ സൈക്കിൾ ചവിട്ടി രാവിലെ തൊട്ട് അധികം ഫുഡൊന്നും കഴിക്കാതെ ജസ്റ്റ് ആപ്പിളും സാധനങ്ങൾക്കും അല്ലാണ്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നല്ലതായിട്ട് വിശന്നിരിക്കുമായിരുന്നു. അപ്പോൾ അടിപൊളി ഒരു ബർഗറൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ പിന്നെ ഒന്ന് ചുറ്റിക്കാണലൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇൻസൈഡ് ആ ഒരു ഉള്ള ഒരു സ്പേസിൽ വേണമെങ്കിൽ നമുക്കിരിക്കാം, വെയിൽ ഒന്നും അടിക്കാൻ താല്പര്യമില്ലെങ്കിൽ. പിന്നെ പുറത്തോട്ട് ഇതുപോലെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഷിപ്പിൻ്റെ ഒരു ഔട്ടർ ഡെക്ക് സ്പേസിലോട്ടാണ് നമ്മൾ എത്തുന്നത്. രണ്ട് സൈഡിലും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെയും വന്ന് നമുക്ക് നിൽക്കാനൊക്കെ പറ്റും. ഇല്ല, അങ്ങനെ പറയുന്നത് നമ്മുടെ സൈക്കിളൊക്കെ പോയി. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ടോ? സാംസോ ഐലൻഡ്. സോ ഹിയർ കം സാംസോ ഐലൻഡ്. ആലത്തിന് ഗന്ധർവ. ഇത് എന്തായാലും ഒരു അടിപൊളി ഫെറി ട്രിപ്പായിരുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങളാണെങ്കിലും ആദ്യം ഭയങ്കര ഹറി ബറി ആയിട്ട് നമ്മൾ ഓടിപ്പിടിച്ച് സൈക്കിളിൽ കുറച്ച് ലേറ്റായിട്ടൊക്കെ വന്നിട്ടാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയത്. കുറേ നേരം നമ്മൾ റെസ്റ്റ് ചെയ്ത് ഓക്കെ ആയി. പിന്നെ
ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല ടൈം കിട്ടി നമുക്ക് പുറത്തും ഇതുപോലെ എൻജോയ് ചെയ്യാനൊക്കെ ആ ഒരു വ്യൂ എല്ലാം എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലധികം സമയം കിട്ടി. ഓൾമോസ്റ്റ് 1 hour ട്രാവലാണ് കാലംബർഗിൽ നിന്ന് സാംസോ ഐലൻഡിലോട്ടുള്ളത്. അപ്പോൾ ഡെൻമാർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐലൻഡ്സുകൾ ഉള്ള ഒരു കൺട്രിയാണ്. അതിനകത്ത് ഒരു ഐലൻഡാണ് സാംസോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ ഓൾമോസ്റ്റ് സാംസോയിൽ എത്തിക്കഴിഞ്ഞു. വണ്ടി പാർക്ക് ചെയ്യുവാണ്. ഇപ്പം നമ്മൾ സാംസോയിലോട്ട് അവരടുപ്പിച്ച് ഇതായിക്കൊണ്ടിരിക്കുവാണ്. നമ്മളിതാ ഇറങ്ങാൻ വേണ്ടി താഴത്തോട്ട് പോവാണ്. അവിടെ പാർക്കിങ്ങിൽ നമ്മുടെ താഴത്തെ ആ ഒരു ഫ്ലോറിലായിട്ട് നമ്മുടെ സൈക്കിളുണ്ട്. നമ്മളവിടെ പോയിട്ട് സൈക്കിളൊക്കെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്കൂടി ഇങ്ങനെ നടക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഈ സ്ഥലം കാണുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് ടൈറ്റാനിക്കിൽ ആ ഒരു ഫീലായിരുന്നു. ആ ഒരു ഇങ്ങനെ താഴത്തെ നിലകളിലോട്ടൊക്കെ ഇറങ്ങി വെള്ളം കയറുന്ന കുറേ സീനുകളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളത് പറഞ്ഞാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതുപോലെയല്ലായിരുന്നു അതിനകത്തും മൂവിയിൽ കാണിക്കുന്നത്. ഇങ്ങനെ വെള്ളം കയറി വരുമ്പോഴേക്കും മേളിലത്തെ ഡെക്കിലോട്ട് അവർ കയറി പോകുന്നതൊക്കെ. അപ്പോൾ ഇത് ശരിക്കും ആ ഒരു ഫിലിമിനെ ഈ ഒരു സ്ഥലം ഇങ്ങനെ റിമെമ്പർ ചെയ്യിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഈ ഫെറീൻ്റെ ഏറ്റവും താഴത്തെ ഇതിലെത്തി. ഇവിടെയാണ് വണ്ടികളൊക്കെ കയറ്റുന്ന സ്ഥലം. നമ്മുടെ സൈക്കിളും ഈ വണ്ടികളുടെ കൂടെ ഒരു സൈഡിലാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സൈക്കിള്. അങ്ങനെ നമ്മൾ സൈക്കിളെടുത്ത് പുറത്തോട്ട് ഇറങ്ങുവാണ് സാംസോ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫെറിയിലിരുന്ന ഒരു ബ്രേക്കിന് ശേഷം നമ്മളിതാ സാംസോയിൽ വന്ന് വീണ്ടും സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ സാംസോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സൈക്ലിങ്ങിന് പറ്റിയ ഒരു സ്ഥലമാണ്. സൈക്ലിംഗ് വെക്കേഷന് പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആയിട്ടാണ് ശരിക്കും സാംസോ ഐലൻഡിന് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് നമുക്ക് സൈക്കിളിൽ തന്നെ കറങ്ങാൻ പറ്റുന്ന അത്രയും ദൂരമേ ഉള്ളൂ. കാറിൽ പോകുന്നവരും ഉണ്ട്. പക്ഷേ സൈക്ലിങ്ങിന് പറ്റിയ ഒരു സ്പോട്ടാണ്. ആക്ച്വലി ഇവിടെ എല്ലാവരും സൈക്കിൾ എടുത്തിട്ട് വരും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് സൈക്കിൾ റെൻ്റ് ആയിട്ട് നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഡെൻമാർക്കിൻ്റെ ഒരു മിനിയേച്ചർ എന്ന് പറയാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അങ്ങനെയാണ് ശരിക്കും ഇതിനെ അറിയപ്പെടുന്നത്. കാര്യം ഡെൻമാർക്കിലുള്ള എല്ലാ ഒരു ലാൻഡ്സ്കേപ്സും ഈ ഒരു സാംസോ ഐലൻഡിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ബീച്ചസ് ആയിക്കോട്ടെ, ലാൻഡ്സ്കേപ്പ് ആയാലും ക്ലിഫ്സ് ആയാലും എല്ലാം ഇവിടെ അതുപോലെയാണുള്ളത്. അപ്പം നമ്മളിതായിപ്പോൾ ഒരു ഫസ്റ്റ് നമ്മൾ ഫെറി ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ഉള്ള ഒരു ബീച്ചിലോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ ഇതുപോലെ കുറച്ച് പൈപ്പിംഗ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള സാധനമാണ്. ഇങ്ങനെ ഇത് നമ്മൾ പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ വെള്ളം വരും. ഈ വെള്ളം ഇങ്ങനെ കണക്ട് ചെയ്ത് താഴെ ഒരു ചെറിയൊരു കുട്ടികൾ കളിക്കുന്ന ഒരു സ്ഥലം, അങ്ങോട്ടാണ് ഈ വെള്ളം പോകുന്നത്. ഉപ്പാണോ? കാണുന്നുണ്ട്. അതെ, അവിടുന്ന് കറക്റ്റ് ലൈറ്റ് ഉണ്ടാവും. ഓ, വെള്ളം വരുന്ന കാണാം. വെള്ളം എടുത്ത് ഞാൻ കിണർ കുത്തിയിട്ട് ഇങ്ങനെ സൂര്യനെ പോലെ ഇങ്ങനെ കേറി വരണം. അതെ അതെ അതെ. വെള്ളത്തിലിങ്ങനെ കാണാം. വെള്ളത്തിനത്ര ഉപ്പില്ല.
ഓ ഹരിച്ചേട്ടൻ അവിടം വരെ ദേ പാന്റ് നനഞ്ഞു. ഓ ഒരു താഴ്ന്നോള് താഴ്ന്നോള്. ഗൈസ് നോക്കൂ, കൃപേഷ് അവിടെ പെട്ടു. ആ ഇവിടെ ആഴം കുറവാ. ഇത്ര നേരം മുട്ടിന്റെ മേളിലുണ്ടായിരുന്നേ, ഇപ്പൊ കുറഞ്ഞു. മീനുണ്ട് ഇവിടെ. കടിക്കത് ചൂടയാണോ? ചൂടയാണോ? ചത്തു വിട്. ഓരോന്ന് കാണിച്ചിട്ട് കണ്ടു അവിടെ എവിടെ ഉണ്ടായിരുന്നുണ്ട്. ആണോ? ചത്തു പോകും. അത് ശരണേക്കാട് താഴെ കൊള്ളാലേ. ഞാനോർത്ത് ഓൾറെഡി ചത്ത് കിടക്കുവാണ്. ചത്ത് കിടക്കുന്നതാണ്. ഇല്ല, അങ്ങനെ തന്നെയാ പോകുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും എന്തായാലും ഈ ഒരു ബീച്ച് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് നമ്മൾ ഇവിടുന്ന് വേറെ എങ്ങോട്ടും പോകാനുള്ള ഒരു പ്ലാൻ അവിടെ വന്നിട്ട് നമുക്ക് തോന്നിയില്ല. മാക്സിമം ഈ വന്ന സ്ഥലത്ത് എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ടൊന്നും അല്ല വന്നത്. രാവിലെ ജസ്റ്റ് സൈക്ലിങ്ങിന് പോവാം, എവിടെയെങ്കിലുമൊക്കെ പോയി കാണാം എന്ന് വിചാരിച്ച് നമ്മൾ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെയാണ് നമ്മളിങ്ങനെ പ്ലാൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടം വരെ എത്തിയത്. അപ്പം ആദ്യം ഡ്രസ്സൊന്നും നനയാതെയൊക്കെ ഇറങ്ങി നിന്നെങ്കിലും അവിടുത്തെ ആ ഒരു ഭംഗി കൊണ്ടും നമുക്കിങ്ങനെ നടന്ന് പോകാം. ചില സ്ഥലത്ത് ആഴമുണ്ട്, ചില സ്ഥലത്ത് ആഴയില്ല. അപ്പം നമ്മൾ അത് എൻജോയ് ചെയ്ത് കുറേയൊക്കെ നടന്ന് മൊത്തം നനഞ്ഞാണ് നമ്മൾ അവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി ഫാമിലി ബീച്ച് ആണ് കേട്ടോ. ഇവിടെ ഒത്തിരി ഫാമിലി മാത്രമുള്ളതെന്ന് തന്നെ പറയാം. കുട്ടികളൊക്കെ ആയിട്ട് ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരിതാണ്. അവരിങ്ങനെ കളിക്കുക, ബോൾസ് ഒക്കെ കൊണ്ട് കളിക്കുക. അതുപോലെ തന്നെ ഇത് ബീച്ച് സൈഡിലാണെങ്കിലും അവരൊക്കെ കളിക്കുവാണ്. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ഓൾമോസ്റ്റ് പോരാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു സംഭവം വന്നത്. ഇത് മറ്റേ വെള്ളത്തിൻ്റെ പൊക്കത്തൂടെ ഓടിച്ചിട്ട് പോകുന്ന സാധനമില്ലേ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ശരിക്കറിയില്ല. അപ്പം ഇതിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം അവർ ആൾക്കാരെ പഠിപ്പിക്കുവാണ്. അവർ തന്നെ ഡ്രസ്സൊക്കെ കൊടുക്കും. ആ ഒരു ഡ്രസ്സൊക്കെ വെയർ ചെയ്തിട്ട് അവർ ട്രെയിൻ ചെയ്യിപ്പിക്കും. അപ്പം ആ ഒരു ആൾ, ബ്ലൂ കളർ ലൈൻസ് ഉള്ള ആ ഒരു ബ്ലാക്ക് സ്വിം സ്യൂട്ട് ഇട്ടിരിക്കുന്ന ആൾ അന്നേരം പഠിക്കാൻ വേണ്ടി അവിടെ ജോയിൻ ചെയ്തതാണ്. മീൻസ് നമ്മൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഫീസ് കൊടുത്താൽ അവരപ്പോൾ അവിടെ കുറച്ച് നേരം ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മളവിടെ കുറേ നേരം നോക്കി നിന്നത്. എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നോക്കി നിന്നിട്ട് നമുക്ക് മനസ്സിലായത്. അങ്ങനെ അവർ അതിൻ്റെ ഓരോ ട്രെയിനിങ്ങും അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്നും കയറി നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരത് ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലെ കുറേ ആക്ടിവിറ്റീസും ഒക്കെ ഉള്ളൊരു ബീച്ചാണ് കേട്ടോ. എന്തായാലും ഒരു ഫാമിലി വെക്കേഷന് പറ്റിയ ബീച്ച് തന്നെയാണ് സാംസോ ഐലൻഡ്. ഇത് ആക്ച്വലി നമ്മളൊരു 1 or 2 days പ്ലാൻ ചെയ്ത് വരേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോയി. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മോർണിംഗ് തന്നെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ കുറേ കൂടി ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റിയേനായിരുന്നു. അപ്പം ഇതിപ്പോൾ നമ്മളൊരു ഹാഫ് ഡേ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും കുറച്ച് ടൈമേ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ബീച്ചിൽ നിന്ന് വിട്ടു. ഇനി കുറച്ചൊന്ന് സൈക്കിൾ ഓട്ടാം, എന്തായാലും നമ്മൾ വന്നതല്ലേ എന്ന് വെച്ച് നമ്മൾ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അടിപൊളി സ്പോട്ടാണ്. ഇവിടെ ബീച്ചസ് ആണെങ്കിലും പല ടൈപ്പ് ബീച്ചസ് ഉണ്ട്. സാൻഡി ബീച്ച്, റോക്കി ബീച്ച്, പെബിൾസ് ബീച്ച്, എല്ലാ ടൈപ്പ് ബീച്ചസും ഉണ്ട്. നമ്മളിപ്പോൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു സാൻഡി ബീച്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻമാർക്കിൻ്റെ കിച്ചൺ ഗാർഡൻ എന്നാണ് സാംസോനെ പറയുന്നത്. അതിൻ്റെ റീസൺ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ റോഡ് സൈഡിലൊക്കെ ഈ വീടുകളുടെ വാതിക്കൽ അവരുടെ വീട്ടിലുണ്ടായ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് വെച്ചിട്ടുണ്ടാവും. ഒരുപാട് ടൈപ്പ് അഗ്രികൾച്ചറുള്ള സ്ഥലമാണ്. ആപ്പിള്, പെയറ്, അതുപോലെ തന്നെ ബെറീസ്, അങ്ങനെ പൊട്ടറ്റോസൊക്കെ ഭയങ്കര അധികമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വീടുകളുടെ മുമ്പിൽ ഇതുപോലെ അവർ വെച്ചിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം, എന്നിട്ട് പേ ചെയ്യാം. അവിടെ ഒരു പേയ്മെൻറ്റിൻ്റെ സാധനമൊക്കെ വെച്ചിട്ടുണ്ടാവും. QR കോഡ് ഭയങ്കര ട്രസ്റ്റബിളാണ്. അവർ വന്ന് അതിൻ്റെ അടുത്ത് നിൽക്കത്തൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, പേ ചെയ്തിട്ട് പോവാം.
ഇതൊരു പഴയ ഡാനിഷ് മോഡൽ വീടാണ് കേട്ടോ, പുല്ല് മേഞ്ഞിട്ടുള്ള ടൈപ്പ് വീട്. അപ്പോൾ ഇതുപോലെ കുറേ കാഴ്ചകൾ നമ്മൾ കണ്ട് സാംസോ ഐലൻഡിനോട് ബൈ ബൈ പറയുവാണ്. നമ്മൾ തിരിച്ച് സാംസോയിൽ നിന്ന് കാലംബർഗിലോട്ട് പോകാനായിട്ട് ഫെറി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സാംസോ വന്നിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇവിടെ വരുന്നവർ കുറച്ചൊരു ലോങ് ഡേ പ്ലാൻ ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിതാ ഫെറിയിൽ കയറി നമ്മുടെ സൈക്കിളൊക്കെ പാർക്ക് ചെയ്ത് ഫെറി ഇവിടെ നിന്ന് എടുക്കുവാണ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഫെറി ജേണി എൻജോയ് ചെയ്യാൻ പറ്റി, ഒരുപാട് സൈക്കിൾ ഓട്ടാൻ പറ്റി. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ജേണി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഇപ്പോൾ ഡെൻമാർക്കിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ വരാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലം തന്നെയായിരിക്കും സാംസോ ഐലൻഡ്. Hope you guys enjoyed watching this vlog and you guys traveled with me Samso Island and also the Salt Lake. If you guys like this vlog, please do like, share and subscribe to my YouTube channel. See you in my next vlog.